ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ദാനം ചെയ്ത് മുക്കൗക്കിസിന്റെ ധനമത്രയും തീർന്നിരുന്നു. ശേഷിക്കുന്നത് 4 ഒട്ടകങ്ങൾ മാത്രം. പിന്നെ വീടും അതിനു ചുറ്റുമുള്ള വിരലിലെണ്ണാവുന്ന ഈന്തപ്പന മരങ്ങളും. എങ്കിലും മുക്കൗക്കിസ് തളർന്നിരുന്നില്ല. ഒരു രാത്രി മകൻ മഹ്മൂദ് പിതാവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, പിതാവേ, അള്ളാഹു അത്യുദാരനാണ്. അഖില സ്ത്രോതവും അവന് തന്നെ. അവനാണ് നമുക്ക് സമ്പത്തും അഭിമാനവും തന്നത്. അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് കിട്ടിയ ധനം മുഴുവനും അവൻ്റെ ദാസന്മാർക്ക് വേണ്ടി ചിലവഴിച്ചു കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത്. മഹ്മൂദ് ഒന്ന് നിർത്തി. മുക്കൗക്കിസ് തൻ്റെ പുത്രനിലേക്ക് നോക്കി. മഹ്മൂദിൻ്റെ കണ്ണുകൾ ഈറനണിയുന്നത് മുക്കൗക്കിസ് കണ്ടു. ഒരു നിശ്വാസത്തോടെ മഹ്മൂദ് തുടർന്നു, പിതാവേ, ഇനി നമ്മുടെ പക്കൽ ശേഷിക്കുന്ന സ്വത്ത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന് മാത്രമേ തികയൂ. ആ അല്പ സ്വത്ത് കൂടി ദാനം ചെയ്താൽ മുമ്പോട്ടുള്ള നമ്മുടെ ജീവിതം വളരെ പ്രയാസകരമായി മാറും. അതുകൊണ്ട് തൽക്കാലം ദാനധർമ്മം നിർത്തിവെക്കുന്നതാണ് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. മുക്കൗക്കിസ് ചിന്തയിലാണ്ടു. ശരിയാണ്, മഹ്മൂദ് പറഞ്ഞതിലും കാര്യമുണ്ട്. അള്ളാഹു എന്നെ ഏൽപ്പിച്ച ധനം അത്രയും അവൻ്റെ ദാസന്മാർക്ക് വേണ്ടി ഞാൻ ചെലവ് ചെയ്തു കഴിഞ്ഞു. അതിൽ ഞാൻ അത്യധികം സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞാനൊരു ഫക്കീറാണ്. അൽഹംദുലില്ലാഹ്. നാഥ, എൻ്റെ ധനം ചുരുങ്ങിയതിലല്ല എനിക്ക് വേദന, മറിച്ച് ഇനിയും നിന്റെ ദാസന്മാരെ എനിക്ക് സഹായിക്കാൻ കഴിയില്ലല്ലോ എന്നോർക്കുമ്പോഴാണ്. മുക്കൗക്കിസിന്റെ നയനങ്ങൾ നനവാർന്നു. അടുത്ത ദിവസം മുക്കൗക്കിസിന്റെ ഭവനത്തിനു മുമ്പിൽ ഒരു ചെറിയ കൂട്ടം സാധുക്കൾ എത്തിയിരുന്നു. ദാരിദ്ര്യത്തിലേക്കുള്ള മുക്കൗക്കിസിന്റെ പതനം അറിഞ്ഞതിനാൽ അവിടെ എത്തുന്ന പാവങ്ങളുടെ എണ്ണം ഇതിനോടകം കുറേയേറെയൊക്കെ കുറഞ്ഞിരുന്നു. തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയറിയാതെ തന്നെ കാണാൻ ദൂരദേശത്ത് നിന്ന് വന്നവരെ കണ്ടപ്പോൾ മുക്കൗക്കിസിന്റെ ഹൃദയം ഞെറി. നാഥ, ഇവരെ എങ്ങനെ വെറും കൈയോടെ മടക്കാനാവും? ഞാനാണെങ്കിൽ ദാരിദ്ര്യത്തിന്റെ വക്കിലാണ്. മഹ്മൂദ്! ഗദ്ഗതമടക്കി മുക്കൗക്കിസ് മകനെ വിളിച്ചു. മഹ്മൂദ് ഓടി വന്നു. ആ ഒട്ടകങ്ങളെ കൊണ്ടുവരൂ. മഹ്മൂദ് ശേഷിച്ച ഒട്ടകങ്ങളിൽ 2 എണ്ണത്തിനെ കൊണ്ടുവന്നു. ഇവകളെ കമ്പോളത്തിൽ കൊണ്ടുപോയി വിൽക്കൂ. എന്നിട്ട് ആ തുക ഇവർക്കിടയിൽ ഭാഗിക്കൂ. മറുത്തൊന്നും പറയാതെ മഹ്മൂദ് ഒട്ടകങ്ങളുമായി കമ്പോളം ലക്ഷ്യമാക്കി നടന്നു. അത് വിറ്റ് കിട്ടിയ ധനം അന്നത്തെ അതിഥികൾക്കിടയിൽ ഭാഗിച്ചു കൊടുത്തു. അൽഹംദുലില്ലാഹ്, മുക്കൗക്കിസ് റബ്ബിനെ സ്തുതിച്ചു. അടുത്ത ദിവസവും ഇത് തന്നെ സംഭവിച്ചു. ശേഷിച്ച 2 ഒട്ടകങ്ങളിൽ ഒന്നിനെ വിറ്റ് ആ തുക അവർക്കിടയിലും ഭാഗിച്ചു. പിന്നീട് ആകെ ഒരൊട്ടകം മാത്രം ബാക്കിയായി.